നോക്കൂ, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയൊരു ചർച്ച അല്ലെങ്കിൽ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് ഈ സർക്കാരിൽ മന്ത്രിമാർക്കുള്ള വാഹനങ്ങളുടെ നമ്പർ കേന്ദ്രീകരിച്ചായിരുന്നു. 1-ാം നമ്പർ സ്വാഭാവികമായി മുഖ്യമന്ത്രിക്കാണ്, 2-ാം നമ്പർ PK കുഞ്ഞാലിക്കുട്ടിക്കാണ് നൽകിയത്. രമേശ് ചെന്നിത്തല 9-ാം നമ്പർ കാറാണ് സ്വന്തമാക്കിയത്. അപ്പോഴും 13-ാം നമ്പർ കാറിന് ആവശ്യക്കാർ ഉണ്ടായിരുന്നില്ല. ടൂറിസം വകുപ്പ് അത് അറ്റാച്ച് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ആ 13-ാം നമ്പർ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. പി പ്രസാദ് മുൻ മന്ത്രി ആ 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്ന മുൻ മന്ത്രി പി പ്രസാദ് വലിയ വിമർശനവുമായൊക്കെ എത്തിയിരുന്നു. ഈ കാലത്തും ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇപ്പോഴും അന്ധവിശ്വാസമുണ്ടോ, 13-ാം നമ്പറിനെ ദോഷമായി കാണുകയാണെന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതാ 13-ാം നമ്പർ വാഹനം ചോദിച്ചു വാങ്ങിയിരിക്കുന്നു KM ഷാജി, തദ്ദേശ വകുപ്പ് മന്ത്രി. 13-ാം നമ്പറിന് ആവശ്യക്കാർ ഇല്ലെന്ന് വാർത്ത വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഈ കാർ സ്വന്തമാക്കുന്നത്. റഹീസ് റഷീദാണ് ചെയ്യുന്നത്. റഹീസ്, അപ്പോൾ കളിയാക്കലുകൾക്കാർക്കൊക്കെ ഒരു മറുപടി കൂടി ആയിരിക്കുന്നു. ഏതായാലും ഈ അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഞാനും വില കൊടുക്കുന്നില്ല എന്നാണ് KM ഷാജി പറയുന്നത്, അല്ലേ? വിനീത, അങ്ങനെയാണ്. 13-ാം നമ്പർ കാറിന് ഒരു ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു. UDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ട് എന്ന പഴി ഇനി കേൾക്കേണ്ടി വരില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി മാധ്യമങ്ങളിലൂടെയാണ് കാറിന് 13-ാം നമ്പർ ഏറ്റെടുക്കാൻ ആളില്ല എന്ന കാര്യം അറിയുന്നത്. KM ഷാജിക്ക് താൽക്കാലികമായി നൽകിയിരുന്ന കാറിന്റെ നമ്പർ 9 ആയിരുന്നു. അതിനുശേഷം ആണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ UDF സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല 9-ാം നമ്പർ കാറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ കാറ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതായത് ടെമ്പററി ആയി നൽകിയ 9-ാം നമ്പർ ഷാജിയുടെ കയ്യിൽ നിന്ന് പോയി. ആ സമയത്താണ് 13-ാം നമ്പർ കാറ് എനിക്ക് വേണം എന്ന് പൊതുഭരണ വകുപ്പിനോട് KM ഷാജി ചോദിച്ചു വാങ്ങിയത്. വൈകിട്ട് ഷാജിക്ക് കാറ് കൈമാറുകയും ചെയ്യും. KM ഷാജിയെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഈ അന്ധവിശ്വാസം, അനാചാരങ്ങൾ അതിനെതിരെയൊക്കെ സ്ഥിരമായി പൊതുവേദിയിലടക്കം നിലപാടെടുക്കുന്ന ഒരാളാണ്. ആ നിലപാടിന്റെ ഭാഗമായി കൂടിയാണ് 13-ാം നമ്പർ ഏറ്റെടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, അങ്ങനെ രണ്ട് അന്ധവിശ്വാസങ്ങൾ. ഒന്ന് 13-ാം നമ്പർ കാർ, അത് UDF സർക്കാരിലെ മന്ത്രിസഭയിൽ KM ഷാജി സ്വന്തമാക്കുന്നു. മറ്റൊന്ന് മൻമോഹൻ ബംഗ്ലാവാണ്. അവിടെയും പലരും താമസിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. അത് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള OJ ജനീഷും സ്വന്തമാക്കിയിരിക്കുന്നതാണ്. റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകുന്നത്. അങ്ങനെ കൗതുകമുള്ള പല കാര്യങ്ങൾ കൂടിയുണ്ട് ഈ സർക്കാർ മാറുമ്പോൾ എന്നതാണ്.